എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ എല്ലാ ഇരുണ്ട രാത്രിക്ക് ശേഷവും സൂര്യൻ ഉദിക്കും, സമയം മാറും, വിധികൾ മാറും. ഇന്ന് ബുദ്ധിമുട്ടായി തോന്നുന്നത് നാളെ നിങ്ങളുടെ ശക്തിയായി ഉയരും. ഇന്ന് ഉന്നതിയിലുള്ളവർക്ക് നാളെ താഴെ വീഴാം. ഇന്ന് താഴെ വീണയാൾക്ക് നാളെ ഉയരങ്ങളിലെത്താം. അതിനാൽ ഭയപ്പെടരുത്, ഇടരരുത്. നിങ്ങളുടെ ഊർജത്തെ ശരിയായ ദിശയിൽ ഉപയോഗിക്കുക. സിംഹം വേട്ടയാടാൻ ഓടുന്നില്ല, അത് ക്ഷമയോടെ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നു. നിങ്ങളെ ദുർബലരായി കാണുന്നവർക്ക് കാലം തന്നെ മറുപടി നൽകും. സമയം എല്ലാ മുറിവുകൾ ഉണക്കുകയും എല്ലാ അഹങ്കാരത്തെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ സമയം വരുന്നത് വരെ നിശബ്ദമായി പരിശ്രമിക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി അണയാൻ അനുവദിക്കരുത്. ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ നാളെ നിങ്ങളെ അഭിനന്ദിക്കും. ലോകത്ത് ആരും എപ്പോഴും താഴെയായിരിക്കില്ല, ആരും എപ്പോഴും മുകളിലായിരിക്കില്ല. ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓടിയൊളിക്കുന്നവർ അവർ തന്നെ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ അതിനെ നേരിടുന്നവർ ചരിത്രം സൃഷ്ടിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ ചിരിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ മുഴുകുക. കാരണം നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങളുടെ ശബ്ദം മാത്രമല്ല, നിങ്ങളുടെ പേരും അവിടെ മുഴങ്ങും. ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ പഠിക്കുക. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച് ഒരു ദിവസം നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തും. ഒരു സിംഹം സർക്കസിൽ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദുർബലനായി എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് അവൻ സാഹചര്യങ്ങളുമായി ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നു എന്നതാണ്. എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സ്വയം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തം നിർബന്ധങ്ങളിൽ ജീവിക്കുന്നവർ മാത്രമാണ് ചരിത്രം എഴുതുന്നത് എന്ന് മറക്കരുത്. ചിലരെ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായി വരും. കാരണം നിങ്ങൾ അവരെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു ദിവസം അവർ നിങ്ങളെ തകർത്ത് നിങ്ങളുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കും. ലോകത്തിന്റെ സ്വഭാവം വിചിത്രമാണ്. നിങ്ങൾ അവർക്ക് ഉപകാരമുള്ളവരായിരിക്കുന്നിടത്തോളം കാലം എല്ലാവരും നിങ്ങളുടെ കൂടെ സ്വന്തം എന്ന പോലെ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ അവർക്ക് ആവശ്യമില്ലാത്ത ദിവസം നിങ്ങൾ അവർക്കൊരു ഉപയോഗവുമില്ലാത്ത വസ്തുവുമായി മാറും. കൂടാതെ ഭാരം ചുമക്കുന്നവർ മിക്കവാറും മുങ്ങിപ്പോവും. അത് സാധനങ്ങളുടെ ഭാരമായാലും അഹങ്കാരത്തിൻ്റെതായാലും അല്ലെങ്കിൽ അനാവശ്യ ബന്ധങ്ങളുടേതായാലും. ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളെ വിലമതിക്കാത്തവരെ കാലം തന്നെ വിലമതിക്കാൻ പഠിപ്പിക്കും. നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുകയും ചെയ്യും. കാലം എല്ലാവർക്കും അവർ ചെയ്തതിൻ്റെ കണക്ക് തീർച്ചയായും കൊടുക്കും. വൈകിയാലും തീർച്ചയായും നൽകും. ഈ വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താഴെ കമന്റിൽ ജയ് ശ്രീ രാധേകൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുക. അതോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അതുവഴി ഞങ്ങളുടെ ഓരോ പുതിയ പ്രചോദനാത്മകമായ വീഡിയോയും ആദ്യം നിങ്ങളിലേക്കെത്തും. ദുരിതങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. വേദനയുണ്ടാകും. എന്നാൽ ഓർക്കുക, ഈ വേദന നിങ്ങളെ ശക്തരാക്കും. ജീവിക്കണമെങ്കിൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചേ മതിയാകൂ. കാരണം മരിച്ചു കഴിഞ്ഞാൽ കത്തുന്നതിന്റെ വേദന പോലും അറിയുന്നില്ല. സഹിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തോൽക്കാനാകില്ല. എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ കഴിവുള്ളവന് മാത്രമാണ് വിജയം. സത്യം എപ്പോഴും നിശബ്ദമായിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ഉണ്ടാവുക. നുണകൾ ശബ്ദമുണ്ടാക്കുന്നവരുടെ കൂടെയാകും. നുണ പറയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അവരുടെ നുണകൾ ഓർത്തു വെക്കേണ്ടി വരും എന്നതാണ്. എന്നാൽ സത്യം പറയുന്നവർക്ക് ഒരിക്കലും മറക്കില്ല. കാരണം സത്യം ഓർമ്മിക്കേണ്ടതില്ല, അത് ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് ഉപകാരമുള്ളവനായിരിക്കുന്നിടത്തോളം കാലം ഒരു വ്യക്തി യഥാർത്ഥമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത ദിവസം ലോകം നിങ്ങളെ അന്യനാക്കും. അതുകൊണ്ട് ഒരിക്കലും ആരെയും ആശ്രയിക്കരുത്. ഒരു വ്യക്തിക്കും നിങ്ങൾ അടിമയാകരുത്. കാരണം മനുഷ്യർ വളരെ സ്വാർത്ഥരാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കുറവുകളും അവഗണിക്കും. എന്നാൽ അവൻ നിങ്ങളെ വെറുക്കുവാൻ തുടങ്ങുമ്പോഴോ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പോലും മറക്കും. നിങ്ങളെ ചതിക്കുമ്പോൾ പോലും അവന് കുറ്റബോധം തോന്നാൻ തക്ക വിശ്വാസം ഒരാളിൽ അർപ്പിക്കുക. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവന് എപ്പോഴും ഭയം തോന്നാൻ തക്ക സ്നേഹം ഒരാളോട് കാണിക്കുക. ബുദ്ധിമാനായ വ്യക്തി തൻ്റെ വിവേകം കാരണം നിശബ്ദനായിരിക്കും. എന്നാൽ വിഡ്ഢി അതിൻ്റെ തൻ്റെ വിജയമായി കണക്കാക്കും. ആരോ ഒരാൾ വളരെ ശരിയായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധി ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അഹങ്കാരം ഒരു മാനസിക രോഗമാണ്. അതിന്റെ ചികിത്സ സമയവും സാഹചര്യവും സ്വയം ചെയ്തോളും. കുറച്ചു പേർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. കാരണം എല്ലാവരുടെയും ഇഷ്ടം നല്ലതായിരിക്കണമെന്നില്ല.
ചില കാര്യങ്ങൾ വിശദീകരിച്ചാൽ മാത്രം മനസ്സിലാകില്ല, അവ സ്വന്തമായി അനുഭവിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ കൂടെ നിർത്തുവാൻ വേണ്ടി നമ്മുടെ അവകാശങ്ങൾ പോലും ത്യജിക്കേണ്ടി വരും. കാരണം ബന്ധങ്ങളിൽ ലാഭനഷ്ടങ്ങൾ നോക്കാറില്ല. എന്നാൽ ഇതും ഓർക്കുക, ഒരു ബന്ധം ഭാരമായി മാറുമ്പോൾ അത് ചുമക്കേണ്ട ആവശ്യമില്ല. ഹൃദയത്തിന് ഭാരമായി തോന്നുന്ന കാര്യത്തെ ലഘൂകരിക്കുന്നതാണ് നല്ലത്. ജീവിതത്തിന്റെ ഓട്ടത്തിൽ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കുന്നവരാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്ത് ധാരാളം ആളുകൾ നിങ്ങളെ വീഴ്ത്തുവാൻ ശ്രമിക്കും, തകർക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ സ്വയം തോൽക്കുവാൻ തീരുമാനിക്കാത്ത പക്ഷം നിങ്ങൾ തോൽക്കില്ല. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ ചിന്തയിലാണ്. നിങ്ങൾ വീഴില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും നിങ്ങളെ വീഴ്ത്തുവാൻ കഴിയില്ല. സാഹചര്യങ്ങളെ നിങ്ങളുടെ ധൈര്യം തകർക്കാൻ തക്കവണ്ണം ശക്തമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മറിച്ച് സാഹചര്യങ്ങൾ തോൽവി സമ്മതിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ധൈര്യം ശക്തമാക്കുക. ലോകത്ത് ദുരിതങ്ങൾ പണ്ടുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. വ്യത്യാസം ഇത്ര മാത്രമാണ്. മുമ്പ് ആളുകൾക്ക് സഹനശക്തി കൂടുതലായിരുന്നു. ഇന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും ആളുകൾ തകർന്നു പോകുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ സഹനശക്തിയാണ്. എന്നാൽ അത് അവസാനിക്കുമ്പോൾ അവൻ എല്ലാ സാഹചര്യങ്ങളിലും തോറ്റുപോകുന്നു. മോശം ശീലങ്ങൾ സമയത്തിന് മാറ്റാതിരുന്നാൽ ആ ശീലങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സമയം മാറ്റിക്കളയും. ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ഓർക്കുക, അത് കടലിലെറിഞ്ഞ കല്ലുപോലെയാണ്. അത് എത്ര ആഴത്തിൽ പോകുമെന്ന് ഊഹിക്കുവാൻ പ്രയാസമാണ്. വാക്കുകളുടെ സ്വാധീനം വാളിനേക്കാൾ ആഴമുള്ളതാണ്. അതിനാൽ ആലോചിച്ച് സംസാരിക്കുക. കാരണം നിങ്ങളുടെ സംസാരം ഒരാളുടെ ലോകം തകർക്കുവാനും നേരെയാക്കുവാനും കഴിയും. ഉറക്കത്തിൽ കാണുന്നവയല്ല സ്വപ്നങ്ങൾ, നിങ്ങളെ ഉറക്കാൻ അനുവദിക്കാത്തവയാണ് സ്വപ്നങ്ങൾ. സാഹചര്യങ്ങളെ ഭയന്ന് ഓടുന്നവർ ഒരിക്കലും വിജയിക്കില്ല. നേരിട്ട് പോരാടുന്നവനാണ് സ്വന്തം വിധി എഴുതുന്നത്. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ലോകത്തെ നോക്കിയല്ല, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി തീരുമാനങ്ങൾ എടുക്കുക. കാരണം ലോകത്തിനനുസരിച്ച് നടക്കുന്നവർ എപ്പോഴും ദുഃഖിതരായിരിക്കും. നിങ്ങൾക്ക് സമയമില്ലെന്ന് പറയുവാൻ കഴിയില്ല. കാരണം മറ്റെല്ലാവർക്കും ലഭിക്കുന്ന അത്രയും സമയം നിങ്ങൾക്കും ഒരു ദിവസം ലഭിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ജോലി ഒഴിവുകഴിവുകൾ കണ്ടെത്തുകയാണ്. ഏറ്റവും പ്രയാസമുള്ള ജോലി സ്വയം മാറലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ വീടിനെയും കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥ മാറ്റം വരുന്നത് ഒരാൾ സ്വയം മാറുമ്പോഴാണ്. എപ്പോഴും ദുഃഖത്തിന്റെ പേര് പറഞ്ഞ് കരയുന്ന വ്യക്തിയുടെ വാതിക്കൽ വരുന്ന സന്തോഷം പോലും പുറത്തു നിന്ന് തിരിച്ചു പോകുന്നു. ദിവസം മുഴുവൻ ഭാഗ്യത്തെ വിശ്വസിച്ച് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം അധ്വാനിക്കുന്നതാണ്. ആളുകൾ പറയും, എന്റെ സമയം വരും. എന്നാൽ സത്യം ഇതാണ്, സമയം വരുന്നില്ല. അതിനെ അധ്വാനത്തിലൂടെയും പോരാട്ടത്തിലൂടെയും എല്ലാം കൊണ്ടുവരണം. വിജയിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ വിജയിക്കാൻ തയ്യാറെടുക്കാനുള്ള ധൈര്യം വളരെ കുറച്ച് പേർക്കേ ഉണ്ടാകൂ. തോൽവിയെ ഭയന്ന് ശ്രമിക്കാത്തവൻ നേരത്തെ തന്നെ തോറ്റവനാണ്. ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഇതാണ്: കഠിനാധ്വാനം ചെയ്യുക, നിർത്തരുത്. സാഹചര്യങ്ങൾ എന്തുതന്നെ ആയാലും ആരുടെയും മുന്നിൽ തല കുനിക്കരുത്. നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഠിനാധ്വാനത്തെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാതെ വേറെ ആരെയും ആശ്രയിച്ചിരിക്കുന്നതിലല്ല. സ്വന്തം നിലയിൽ മുന്നോട്ടു പോകുന്നവരാണ് ലോകം ഓർമ്മിക്കുന്നത്. ഓർക്കുക, കള്ള സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. സമ്പത്തിനോടുള്ള ഭ്രാന്തല്ല, വിജയത്തോടുള്ള ലഹരി ഉണ്ടാകണം. പ്രണയത്തോടുള്ള വാശിയല്ല, ലക്ഷ്യത്തോടുള്ള വാശി ഉണ്ടാകണം. മധുരമുള്ള നുണകളേക്കാൾ നല്ലത് കയ്പുള്ള സത്യം പറയുന്നതാണ്. കാരണം അത് നിങ്ങൾക്ക് യഥാർത്ഥ ശത്രുക്കളെ നൽകിയേക്കാം, പക്ഷെ കള്ള സുഹൃത്തുക്കളെ നൽകില്ല. സമയത്തിനനുസരിച്ച് ആളുകൾ മാറും, സാഹചര്യങ്ങൾ മാറും. എന്നാൽ സ്വന്തം അധ്വാനത്തിൽ വിശ്വാസമുള്ളവർക്ക് ഒരിക്കലും തോൽക്കില്ല. കൂട്ടത്തിന്റെ ഭാഗമാകരുത്. കാരണം കൂട്ടം എപ്പോഴും എളുപ്പമുള്ള വഴികളിലൂടെയാണ് നടക്കുക. എന്നാൽ അതിന്റെ അർത്ഥം അവർ ശരിയായ പാതയിലാണ് എന്നല്ല. കൂട്ടത്തോടൊപ്പം നടക്കുന്നവർക്ക് സ്വന്തം ലക്ഷ്യം സ്വയം നിശ്ചയിക്കുവാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് ആളുകൾ പറയുന്ന ജോലി ചെയ്യുന്നതിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അതിനാൽ ആരെങ്കിലും നിങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഭയത്തെ തോൽപ്പിച്ച് വിജയം നേടിയവർക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥ രുചി അറിയൂ. എപ്പോഴും പുറംഭാഗം ശക്തമായി നിർത്തുക. കാരണം അഭിനന്ദനങ്ങളും ചതികളും പിന്നിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ മുന്നിൽ ചിരിക്കുന്നവർ തന്നെയാണ് പിന്നിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക, ആളുകളുടെ വാക്കുകളിലല്ല. വിലയില്ലാത്ത ആളുകൾ അവരുടെ കള്ളപ്രൗഢിയെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് എപ്പോഴും നിശബ്ദമായിരിക്കുക. കാരണം കഴിവുള്ളവർക്ക് അവരുടെ കഴിവുകൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഒരു പ്രശ്നവും നിങ്ങളുടെ ധൈര്യത്തെക്കാൾ വലുതല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല.
വ്യത്യാസം ഇത്ര മാത്രമാണ്, ചിലർ പ്രശ്നങ്ങളെ അവരുടെ ബലഹീനതയാക്കുന്നു, മറ്റു ചിലരോ അതേ പ്രശ്നങ്ങളെ പടിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ വഴികളും കഠിനമായിരിക്കും. എന്നാൽ എല്ലാ ഉയർന്ന ലക്ഷ്യങ്ങളും കാലിനടിയിലൂടെയാണ് കടന്നു പോകുന്നത്. തിളങ്ങണമെങ്കിൽ ആദ്യം ചിതറിപ്പോകാൻ പഠിക്കുക. പോരാട്ടത്തിന്റെ സമയം ഏറ്റവും കഠിനമാണ്. എന്നാൽ ഈ സമയമാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വീഴുമ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് സ്വയം പറയരുത്. മറിച്ച് ഞാൻ ഒരു പുതിയ പാഠവുമായി എഴുന്നേൽക്കുന്നു എന്ന് മാത്രം പറയുക. എല്ലാം ശരിയാകും എന്ന് പറയുന്ന വാക്കുകൾ ചെറുതാണെങ്കിലും വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ അതിന് കഴിയും. കടന്നു പോയതിനെ തിരിഞ്ഞു നോക്കരുത്, അല്ലെങ്കിൽ മുന്നോട്ട് വരാനിരിക്കുന്നതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. ജീവിതത്തിൽ പ്രായമല്ല, ചിന്തയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ധൈര്യവും ആവേശവും നിറഞ്ഞ ഒരു കുട്ടിക്ക് വലിയവരെ പോലും പിന്നിലാക്കുവാൻ കഴിയും. വിജയം ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്താൽ അത് ഒരു ദിവസം തീർച്ചയായും ലഭിക്കും. വെള്ളത്തിൽ വീണതുകൊണ്ട് ആരും മരിക്കുന്നില്ല. നീന്താൻ അറിയാത്തപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. സാഹചര്യങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങളായി മാറില്ല. അവയെ നേരിടാൻ നമുക്ക് അറിയാത്തപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലക്ഷ്യം വലുതാണെങ്കിൽ പോരാട്ടവും വലുതായിരിക്കും. വിധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും മുന്നോട്ടു പോകില്ല. സ്വപ്നങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ കഠിനാധ്വാനവും നിങ്ങൾ തന്നെ ചെയ്യണം. ആളുകൾ വീഴാനല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാനാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം. കരയിലിരുന്ന് ആരും മുങ്ങൽ വിദഗ്ധരാകില്ല. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അവ യാഥാർത്ഥ്യമാക്കുവാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സ്വയം വിശ്വാസമുണ്ടായിരിക്കണം. സ്വപ്നങ്ങൾക്ക് ജീവനുള്ളവർക്കാണ് ലക്ഷ്യം ലഭിക്കുന്നത്. ചിറകുകൾ കൊണ്ട് കാര്യമില്ല, മറിച്ച് ധൈര്യം കൊണ്ടാണ് പറക്കുന്നത്. സ്വന്തം സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ വാശി കാണിക്കുന്നവരാണ് ആകാശത്തിന്റെ ഉയരങ്ങളിൽ തൊടുന്നത്. ഓർക്കുക, പ്രകൃതി എല്ലാവരെയും വജ്രങ്ങളായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ എത്രത്തോളം തേയ്ക്കുന്നുവോ അത്രത്തോളം അത് തിളങ്ങും. ലക്ഷ്യമില്ലാത്ത ജീവിതം വിലാസമില്ലാത്തൊരു കവറ് പോലെയാണ്. ഒരിടത്തും എത്താൻ കഴിയില്ല. ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങൾക്കായി ഒരു ശക്തമായ ലക്ഷ്യം നിശ്ചയിക്കുക. അത് നേടാൻ എല്ലാ ശക്തിയോടെയും പരിശ്രമിക്കുക. ഒരു സ്വപ്നം തകരുമ്പോൾ മറ്റൊന്ന് കാണാനുള്ള ധൈര്യമാണ് ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. കാരണം നക്ഷത്രങ്ങൾ പോലും ഇരുട്ടിലാണ് തിളങ്ങുന്നത്. ലോകത്ത് അസാധ്യമായതൊന്നുമില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയും. ഇതുവരെ നാം ചിന്തിച്ചിട്ടില്ലാത്തതെല്ലാം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാ വഴികളും നിങ്ങൾക്ക് അടഞ്ഞതായി തോന്നാം. എന്നാൽ നമ്മൾ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വിജയത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് സ്വയം തുറക്കും. ആളുകൾ നിങ്ങളെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയാണെന്ന് മനസ്സിലാക്കുക. വിജയിച്ചയാൾ സന്തോഷവാനായിരിക്കണമെന്നില്ല. എന്നാൽ സന്തോഷത്തോടെ ഇരിക്കുന്നവർ തീർച്ചയായും വിജയിക്കും. ഒരാളെ തോൽപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഒരാളെ വിജയിപ്പിക്കുവാൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ വിജയത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ കാത്തിരിക്കരുത്. ഒരു പ്രത്യേക സമയത്തിനായി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഓരോ സമയത്തെയും പ്രത്യേകമാക്കുക. കാത്തിരിക്കുന്നതിന് പകരം കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. മൺകുടത്തിന്റെയും കുടുംബത്തിന്റെയും വില അതിനെ ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയൂ, തകർക്കുന്നവർക്കല്ല. തോൽവിയെ ഭയമുണ്ടെങ്കിൽ വിജയിക്കുവാനുള്ള ആഗ്രഹവും വെച്ചേക്കരുത്. മൈതാനത്ത് തോറ്റ വ്യക്തിക്ക് വീണ്ടും വിജയിക്കുവാൻ കഴിയും, എന്നാൽ മനസ്സുകൊണ്ട് തോറ്റവർ ഒരിക്കലും വിജയിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ വലുതാക്കുക. കാരണം സ്വപ്നങ്ങൾ എത്ര വലുതാക്കുന്നുവോ പോരാട്ടവും അത്രയും വലുതായിരിക്കും. എന്നാൽ വിജയത്തിന്റെ സന്തോഷവും അത്രയ്ക്ക് അമൂല്യമായിരിക്കും. മറ്റുള്ളവരോട് ലക്ഷ്യത്തിലേക്കുള്ള വഴി ചോദിക്കുന്നവർ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുന്നില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാവുന്നത്ര മറ്റാർക്കും അറിയാൻ ചാൻസ് ഇല്ല. ജീവിതം ഒരു മനോഹരമായ ഒരു പുസ്തകമാണ്. എന്നാൽ അതിലെ എല്ലാ പേജുകളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണമെന്നില്ല. എല്ലാ പേജുകളും സന്തോഷകരമാകില്ല. എല്ലാ യാത്രയും എളുപ്പമായിരിക്കില്ല. എന്നാൽ ഇതാണ് ജീവിതം. സമാധാനമോ ആശ്വാസമോ ഇല്ലാത്തൊരു പേജ് വന്നാൽ ഭയപ്പെടരുത്. ക്ഷമയോടെ കാത്തിരിക്കുക. ജീവിതം ഒരു റോഡ് പോലെയാണ്. അത് ഒരിക്കലും നേർരേഖയിലായിരിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ ഒരു വളവ് തീർച്ചയായും വരും. അതിനാൽ ക്ഷമയോടെ നടക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വളവ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ടുകൾ വാതിക്കൽ മുട്ടുമ്പോൾ ഭയന്ന് വാതിൽ അടയ്ക്കരുത്. ഭയമില്ലാത്ത വാതിൽ തുറക്കുക. കാരണം വിജയം എപ്പോഴും വേഷം മാറിയാണ് വരുന്നത്. ബുദ്ധിമുട്ടുകൾ എത്ര വലുതായിരിക്കുന്നുവോ വിജയവും അത്രയും ഗംഭീരമായിരിക്കും. ഓർക്കുക, വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ദുഃഖിതനായിരിക്കുന്നത്. ഏതെങ്കിലും ജോലിയിൽ സ്വയം തിരക്കിലായിരിക്കുന്നവർക്കാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ തെറ്റും നിങ്ങൾക്ക് പാഠം നൽകും. ഓരോ പ്രഭാതവും പ്രതീക്ഷകളോടെ ആരംഭിക്കും. ഓരോ രാത്രിയും പുതിയ സ്വപ്നങ്ങളോടെ അവസാനിപ്പിക്കുക. ഓരോ പുതിയ ദിവസവും പുതിയ പ്രതീക്ഷയോടെ ജീവിക്കുക. ഇന്നത്തെ ദിവസം എത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നത് ഒരു പ്രശ്നമല്ല. വരുന്ന നാളുകൾ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു പുതിയ അവസരം കൊണ്ടുവരും.
ജീവിതത്തിൽ നിരാശപ്പെടരുത്. കാരണം നിരാശ ഒരു ചതുപ്പുനിലം പോലെയാണ്. അതിൽ ആദ്യത്തെ ചുവട് നിങ്ങൾ സ്വയം വെക്കുന്നു, എന്നാൽ അതിനുശേഷം അത് നിങ്ങളെ സ്വയം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു. അതിനാൽ ഈ ചതുപ്പിൽ വീഴാൻ സ്വയം അനുവദിക്കരുത്. എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക. സന്ധ്യ ജീവിതത്തിൻ്റെതായാലും ദുരിതങ്ങളുടേതായാലും ഒടുവിൽ അത് മാഞ്ഞു പോകും. അതുകൊണ്ടാണ് സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഈ സമയവും കടന്നു പോകും എന്ന് നിങ്ങൾ സ്വയം പറയുക. സംഭവിക്കുന്നതെല്ലാം എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. ശരിയായ കാര്യങ്ങളെ വിലമതിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എന്തോ മികച്ചതായി ഒന്ന് ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും എന്നെ ശ്രവിച്ചതിന് വളരെയധികം നന്ദി. ജയ് ശ്രീകൃഷ്ണ.